മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും മണിക്കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ഫാദർ. മധ്യസ്ഥനായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായി ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. 25 ലക്ഷം രൂപ ഉടൻ കിട്ടിയില്ലെങ്കിൽ താൻ ജയിലിലാകുമെന്ന് സൂര്യനാരായണൻ. കിട്ടാതെ 3-3.5 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും. സ്റ്റെഫിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. തിരുമുറ്റം ഗ്രൂപ്പിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ സൂര്യൻ സ്റ്റെഫിയോട് പറയുന്നു. തുടർന്ന് കാണുക. തിരുമുറ്റം ഗ്രൂപ്പിലെ എല്ലാ ക്ലയൻസിനെയും ഡീൽ ചെയ്യുന്നത് സ്റ്റെഫിയല്ലേ? എന്നാൽ എനിക്ക് വേണ്ടി തിരുമുറ്റം ഗ്രൂപ്പിന്റെ അക്കൗണ്ട്സിൽ ബോധപൂർവം ഒരു കൈപ്പിഴ വരുത്തണം. വേറെ മാർഗമില്ലാത്തോണ്ടാ. വെള്ളിയേട്ടൻ കൊണ്ടുവച്ചിരിക്കുന്ന ആ മാരണത്തിന് പകരം സ്റ്റെഫി ആയിരുന്നെങ്കിൽ 25 ചോദിക്കുന്നിടത്ത് 50 തരുമായിരുന്നു. അതെനിക്കറിയാം. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ ആ വഴിക്കല്ലല്ലോ പോണത്. അപ്പോ തിരുമുറ്റത്ത് കനി കളിച്ചു തുടങ്ങി അല്ലേ സൂര്യേട്ടാ? കളിച്ചു തുടങ്ങിയോന്നോ? വന്നു കയറിയതിന്റെ 3-ാം നാള് തൊട്ട് അവൾ ഒരു അരികേന്ന് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്റെ സ്റ്റെഫി, തിരുമുറ്റം വീടിന്റെ താക്കോൽ ഇപ്പൊ അവളുടെ കയ്യിലല്ലേ? ഞങ്ങൾക്ക് ആകെയുള്ളൊരു പെങ്ങളെ കൂടി അവളവിടെ ഒറ്റപ്പെടുത്തിയിരിക്കുക. ചവറ്റുകൊട്ടേ കിടന്നതിനടുത്ത് പട്ടുമെത്തി വെച്ച ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. എത്ര പേരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ടാ അവൾ ആ വീട്ടിൽ വന്ന് കയറിയെന്നറിയോ? ശരിയാ സൂര്യേട്ടാ, പലരുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയവളാവള്. അങ്ങനെയുള്ളവൾ ഹരിയേട്ടന്റെ ഭാര്യയായി തിരുമുറ്റത്ത് തുടരുന്ന തന്നെ അപകടമാ. സ്റ്റെഫി, ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എനിക്ക് ജയിലിൽ പോവേണ്ടി വന്നാണ്ടല്ലോ. പിന്നെ ഞാൻ അതിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ വല്ല തെമ്മാടിക്കുഴിയിലും കിടക്കേണ്ടവളെ പിന്നെ ഒരു നിമിഷം പോലും തിരുമുറ്റത്ത് വെച്ച് പൊറപ്പിക്കില്ല ഞാൻ. അവള് തിരുമുറ്റം വീട്ടിലുള്ള കാലം മുഴുവൻ എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഞങ്ങളുടെ ഏഞ്ചലിന്റെ ആയിട്ട് പോലും നിർത്താൻ യോഗ്യതയില്ലാത്ത ഒരുത്തി ഇന്നവിടെ ഏഞ്ചലിന്റെ അമ്മ ചമയല്ലേ. അവൾ അവിടുന്ന് പുറത്താകണമെന്ന് തന്നെ ഞാനും എന്റെ അമ്മച്ചിയും ആഗ്രഹിക്കുന്നത്. ആണല്ലോ. ആകെ മൊത്തം നോക്കിയ അപ്പൊ നമ്മൾ ഒറ്റ കക്ഷിയാ. അതുകൊണ്ട് സ്റ്റെഫി എന്നെ ഒന്ന് സഹായിക്കണം. ഒരു 25 lakhs, വെറും 25 ലക്ഷം രൂപ. അതും വേറെ എവിടെ നിന്നും വേണ്ട, തിരുമുറ്റം ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു തന്നാ മതി. അല്ല, ഇതിന്റെ പേരിൽ സ്റ്റെഫിക്ക് നാളെ എന്തെങ്കിലും വീഴ്ച പറ്റിയ നേരെ എന്റെ കമ്പനിയിലോട്ട് പോര്. സ്റ്റെഫി പറയുന്ന ഏത് കസേരയോ അതിൽ ഞാൻ ഇരുത്തി തരും. സൂര്യേട്ടൻ എനിക്ക് വേണ്ടി അത്ര വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. 25 lakhs അല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. സൂര്യേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. മോളെ സ്റ്റെഫി, പോലീസ് ഏത് നിമിഷവും വരും, അത് മറക്കണ്ട. നിന്നെ വിശ്വസിച്ചായി സൂര്യേട്ടൻ പോണേ. വിശ്വസ്തയായി നിന്നുകൊണ്ട് വേണ്ടേ സൂര്യേട്ടാ തിരുമുറ്റം ഗ്രൂപ്പില് ഞാനൊരു തിരിമറി നടത്താൻ? അതിന് സാധിച്ച അന്നേരം ഞാൻ സൂര്യേട്ടനെ വിളിക്കും. മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. അപ്പോ ഈ സൂര്യേട്ടൻ സമാധാനമായിട്ട് പൊക്കോട്ടെ. കനിയെ തിരുമുറ്റത്തുനിന്ന് പുറത്താക്കാൻ കർത്താവായിട്ട് കാണിച്ചെന്ന വഴിയേത്. ഞാൻ ആഗ്രഹിച്ച ജീവിതം കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടെന്നുള്ള സൂചന. യെസ്, ഈ ടെൻഡർ നിങ്ങൾ റിജക്ട് ചെയ്തിരിക്കുകയാണ്. കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലയന്റിനെയാണ് നിങ്ങൾ മിസ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ പ്രകാശ്, ഒരു ജെനുവിൻ ക്ലയന്റിനെ നഷ്ടപ്പെടുത്തിയതിന് നിങ്ങൾ വേണം സമാധാനം പറയാൻ. സർ, ഈ ടെൻഡർ റിജക്ട് ചെയ്തത് ഞാനല്ല. താനല്ലെങ്കിൽ പിന്നെ ഇതിനാരാ ഉത്തരവാദി? സർ, സ്റ്റെഫി മാഡമാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. ടെൻഡർ റിജക്ട് ചെയ്തതും ക്ലയൻറ്റുമായിട്ടുള്ള ഡീലിങ്സ് കട്ട് ചെയ്തതും സ്റ്റെഫി മാഡമാണ്. സ്റ്റെഫി, കം ഹിയർ. സർ, ഈ ക്ലയൻറ്റ് നേരിട്ട് എൻ്റെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. എന്നിട്ട് താനത് ഹൈഡ് ചെയ്തു. ആർക്കു വേണ്ടി? ടെൽ മീ. സർ, സ്റ്റെഫി മാഡം പറഞ്ഞതുകൊണ്ട്. സ്റ്റെഫി ഈ കമ്പനിയിൽ ആരാണോ? ഈ ചെയറിൽ പിന്നെ ഞാൻ എന്തിനാ ഇരിക്കുന്നത്? സ്റ്റെഫി, എന്ത് അധികാരത്തിലാണ് നീ ഈ കമ്പനിയുടെ ടെൻഡർ റിജക്ട് ചെയ്തത്? കമ്പനിക്ക് ലോസ് ഉണ്ടാക്കുന്ന ഒരു ക്ലയന്റിനെ കട്ട് ചെയ്തു, അതിനെന്താ? എന്ത് നഷ്ടമാണ് ഈ ക്ലയന്റ് കമ്പനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്? ബിസിനസ് റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ 10 years ആയിട്ട് തുടരുന്ന ഒരു ക്ലയന്റിനെയാണ് സ്റ്റെഫി ഒറ്റ നിമിഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. കമ്പനിക്ക് അവർ ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെഫിയാ. തനിക്ക് തോന്നുന്നത് പോലുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല തന്നെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആര് വേണം ആര് വേണ്ടെന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഇവിടെ ഞാനുണ്ട്. ഏൽപ്പിച്ച ജോലികൾ മാത്രം ചെയ്താൽ മതി, അത് സ്റ്റെഫി ആയാലും ആരായാലും. ഹരിയേട്ടൻ, ഞാൻ കോൾ മീ സർ.
സോറി സർ, 15 ഡേയ്സ് ക്രെഡിറ്റ് ആണ് ഈ ക്ലയന്റിന് നമ്മൾ അനുവദിച്ചിരുന്നത്. ക്ലിയറൻസിന് ലാസ്റ്റ് 3 months ഇവർ 25 ഡേയ്സ് വരെ എടുത്തിരുന്നു. സർ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പേരിൽ നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അവരെ 2 തവണ വിസിറ്റ് ചെയ്തിരുന്നു. പ്രകാശ്, get out. സർ, ടെൻഡർ റിജക്ട് ചെയ്യാൻ ഇതാണ് റീസൺ അല്ലേ? സർ അത് പിന്നെ നോക്ക്, എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് എന്നോട് തന്നെ ആവണം. ഈ കമ്പനി തകർക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. നിന്റെ ചേച്ചിക്ക് കിട്ടേണ്ട കുടുംബ ഓഹരി കൊണ്ടോ ഒപ്പം നിന്ന് ആരെങ്കിലും ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ഒന്നും അല്ല ഹരിനാരായണൻ ഈ കമ്പനിയെ ഇത്രത്തോളം വളർത്തിയത്. എന്റെ ഹാർഡ് വർക്ക്, എന്റെ ബിസിനസ് പവർ. തിരുമുറ്റം ഗ്രൂപ്പ് ഇന്ന് ഈ നിലയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കുറെ വർഷങ്ങളായിട്ടുള്ള എന്റെ അധ്വാനമുണ്ട്, എന്റെ സ്വപ്നങ്ങളുണ്ട്. തിരുമുറ്റം ഗ്രൂപ്പ് താങ്ങി നിർത്തുന്നത് എന്റെ ജീവിതം മാത്രമല്ല, നിന്റെ താഴെയുള്ളവർ മുതൽ ക്ലീനിംഗ് സ്റ്റാഫ് വരെയുള്ള കുറെ ജീവിതങ്ങളുണ്ടതിൽ. വീഴ്ചകൾ മാത്രം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ സ്റ്റെഫിക്ക് ഇനി ഒരു വാണിംഗ് ഉണ്ടായെന്ന് വരില്ല. മണിക്കുട്ടിക്ക് നല്ല ചൂടാണല്ലോ. എനിക്ക് ചൂടില്ല, എനിക്ക് തണുക്കുക. കിടുങ്ങി വിറക്കുന്ന ഏഞ്ചലിന് കിടുങ്ങുന്നില്ലേ? ഇല്ല. കനിയാൻറ്റി, മണിക്കുട്ടിയുടെ നെറ്റിയെ കൈ വെച്ച് നോക്കിയേ, കൈ പൊള്ളിപ്പോവും, അത്രയ്ക്ക് ചൂടാ. ഈശ്വര, എന്റെ മണിക്കുട്ടിക്ക് പനി പിടിച്ചോ? ശോ, നല്ല ചൂടുണ്ടല്ലോ. അധിക നേരം വെള്ളത്തിൽ കളിക്കരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എനിക്ക് കിഴങ്ങുന്ന കനിമ. 2 ആളോടും പറഞ്ഞെന്റെ വായിലെ വെള്ളം വറ്റിയതല്ലാതെ നിങ്ങൾ കപ്പും വെള്ളവും താഴ്ത്തു വെച്ചോ? ഇല്ലല്ലോ, ഇത് മനഃപൂർവ്വം വരുത്തി വെച്ചതാ. ഞാൻ മരയിട്ട് കുളിക്കാറുണ്ടല്ലോ കനിയാൻറ്റി. മര എത്ര നനഞ്ഞാലും എനിക്ക് പനി വരട്ടേ ഇല്ല. മണിക്കുട്ടിയുടെ കാര്യം നേരെ തിരിച്ചാ മോളെ. കുളി കഴിഞ്ഞ് തല തോർത്താൻ ഒന്ന് വൈകിയ പിന്നെ അന്ന് പനിയാ. ആണോ കനിയാൻറ്റി? മണിക്കുട്ടി വാ, എഴുന്നേക്ക് മോളെ, നമുക്ക് ആശുപത്രി പോവാം. ഇല്ല, ആശുപത്രി ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ. അവരെന്നെ സൂചി കുത്തും. നല്ല ചൂടുണ്ട് മോളെ, രാത്രിയാ. പനിയും കിടങ്ങലും ഒക്കെ കൂടുന്നതിന് മുമ്പ് ആശുപത്രി പോയെന്ന് കാണിച്ചിട്ട് വരാം. വേണ്ട കനിമ, എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട. എനിക്ക് എന്നെ സൂചി കുത്തണ്ട. എനിക്ക് കനിമ കെട്ടിപ്പിടിച്ച് കിടന്നാ മതി. കനിമ കെട്ടിപ്പിടിച്ച് കിടന്നാലേ എന്റെ ചൂടും കിടങ്ങലും ഒക്കെ പോവും. അങ്ങനെ പറയല്ലേ മോളെ, വാ എണീക്ക്. സൂചി കുത്തണ്ടെന്ന് ഡോക്ടറോട് കനിയമ്മ പറയാം. വേണ്ട, ഞാൻ വരില്ല. എഴുന്നേൽക്ക് മണിക്കുട്ടി, പനി വന്ന ഹോസ്പിറ്റലിൽ പോണം. ഇല്ലെങ്കിലേ പാവം കനിയാനിക്ക് ഇന്ന് രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റില്ല. മണിക്കുട്ടിയെ നോക്കി ഇരിക്കേണ്ടി വരില്ലേ? പറയുന്നത് കേക്ക് മോളെ. പപ്പ, മണിക്കുട്ടിക്ക് പനി, നല്ല ചൂടുണ്ട് പപ്പ. ഞാനാ കണ്ടുപിടിച്ചേ. എവിടെ നോക്കട്ടെ. ഞാൻ തുണി അലക്കിക്കൊണ്ട് നിന്ന് നേരം അത്രയും 2 പേരും കൂടെ വെള്ളത്തിൽ കളിക്കായിരുന്നു. തലയിൽ വെള്ളം താഴ്ന്ന പിന്നെ പനി പിടിക്കില്ലേ? ഹോസ്പിറ്റലിൽ പോവാം, വേഗം റെഡിയാവാം. വരുന്നില്ലെന്ന്. മണിക്കുട്ടിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. ഇഞ്ചക്ഷൻ മാത്രമേ പേടിയുള്ളൂ. എത്ര കയ്പുള്ള ഗുളിയാണെങ്കിലും അത് ചവച്ചരച്ച് കഴിച്ചോളും. മണിക്കുട്ടി, നമുക്ക് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. ഇല്ല, ഞാൻ വരില്ല. നിങ്ങൾ എല്ലാരും പോയിക്കോ. മണിക്കുട്ടിക്കല്ലേ പനി? പനിയുള്ള ആളല്ലേ ഹോസ്പിറ്റലിലേക്ക് വരേണ്ടത്. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് ഒരു ഏഞ്ചലിനെ കൊണ്ടുക്കോ. മോളെ, മോള് ചെന്ന് മോളുടെ മെഡിസിൻ ബോക്സ് കൊണ്ടു. ശരി പപ്പ. മോളെ, വാശി പിടിക്കല്ലേ, എഴുന്നേക്ക്, നമുക്ക് ആശുപത്രി പോവാം. കനിമ, എനിക്ക് കിടങ്ങുന്ന കനിമ. എനിക്ക് കനിമ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഏഞ്ചലിന് വേണ്ടി കരുതിയിരിക്കുന്ന മരുന്നുകളാ. എപ്പോഴാ ഏത് നിമിഷം അസുഖം കൂടുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ പോകുന്നില്ല. മണിക്കുട്ടിയുടെ ഡോക്ടർ ഇപ്പൊ ഞാനാ. വായെന്ന് തുറന്നേ. ഇത് ഇത്തിരി നേരം വായിലിരിക്കട്ടെ, വിഴുങ്ങിക്കളയരുത് കേട്ടോ. മണിക്കുട്ടിയുടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണ്ടേ? അതിനു വേണ്ടിയാ പപ്പ ഇത് മണിക്കുട്ടിയുടെ വായി വെച്ചത്. ഏഞ്ചൽ എന്തെങ്കിലും അസ്വസ്ഥത കാണിച്ചാൽ കൊടുക്കാൻ വേണ്ടി ഡോക്ടറെ കുറിച്ചെന്ന ടാബ്ലറ്റ്സാ. ഒരർത്ഥത്തിൽ ഈ മെഡിസിൻ ബോക്സാ എനിക്ക് ആശ്വാസം തരാറ്.
ഏയ് ടെമ്പറേച്ചർ നോർമലാ, പേടിക്കാനൊന്നുമില്ല. പിന്നെ ജലദോഷത്തിനും പനിക്കുള്ള ടാബ്ലറ്റ്സ് ഇതിലുണ്ട്, അത് കൊടുക്കാം. കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മണിക്കുട്ടി, നമ്മൾ ആശുപത്രി പോകുന്നില്ല, പക്ഷേ മണിക്കുട്ടി ഞാൻ തരുന്ന ടാബ്ലറ്റ്സ് കഴിക്കണം. കഴിക്കാം. ഗുളിക എനിക്ക് ഒത്തിരി ഇഷ്ടാ. ഒത്തിരി ഗുളികതാ, ഞാൻ കഴിക്കാം. അയ്യോ, ഒത്തിരി ഒന്നുമില്ല. ദാ ഈ 2 ഗുളിക കഴിച്ചാൽ മതി. ദാ മോളെ വെള്ളം. കഴിച്ചിറക്കി. ഇനി ഏഞ്ചലിന്റെ അടുത്തൊന്നും എനിക്ക് നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. വേണ്ട മോളെ, മോൾ ഇന്ന് പപ്പയുടെ കൂടെ കിടന്നാ മതി. മണിക്കുട്ടിക്ക് പനിയില്ലേ? വാ മോളെ. കനിമ, എന്തിനാ ഏഞ്ചലിനെ തടഞ്ഞ? ഗുളിക കഴിച്ചപ്പോ എന്റെ പനിയൊക്കെ മാറിയല്ലോ. ഗുളിക കഴിച്ചതല്ലേ ഉള്ളൂ, പനി മാറട്ടെ. അപ്പ ഏഞ്ചൽ ഇവിടെ വന്ന് കിടക്കും കേട്ടോ. ഇപ്പൊ മോള് കിടന്നോ. ചായ. ആ, താങ്ക് യു. ദാ. ആ സർ, ഇനി ഈ ഫോമുകളിൽ മാഡവും മണിക്കുട്ടി ഒന്ന് ഒപ്പിടണം. ആ കനി, നിങ്ങൾ 2 പേരും ഒപ്പിട്ട് കൊടുക്കുക. കനിയുടെയും മണിക്കുട്ടിയുടെയും പേരിൽ ഒരു ചെറിയ പോളിസി എടുക്കാന്ന് കരുതി. കനിക്ക് മണിക്കുട്ടിയും മണിക്കുട്ടിക്ക് കനിയുമാണ് നോമിനി. മാഡം, ദാ ഇവിടെ. ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പോളിസി ഉണ്ടാകുന്നത് നല്ലതാ. നിങ്ങളുടെ ലൈഫും കവർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടിയാ. പപ്പ, എന്റെ പേരിൽ എന്താ പോലീസ് എടുക്കാത്തെ? എന്റെ ലൈഫ് കവർ ചെയ്യണമെന്ന് പപ്പയ്ക്ക് ആഗ്രഹമില്ലേ? എനിക്കൊരു പോളിസി വേണം പപ്പ. അത് പിന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. മോള് കുട്ടിയല്ലേ, കുറച്ചുകൂടെ വളരുമ്പോ മോൾക്ക് വേണ്ടി പപ്പ പോളിസി എടുക്കും. കുട്ടികൾക്ക് വേണ്ടി പോളിസി ഉണ്ടല്ലോ. മോളിപ്പോ പപ്പയുടെ നോമിനിയാ. പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പപ്പയുടെ പേരിലുള്ള പോളിസി തുക മുഴുവൻ നാളെ മോൾക്കായിരിക്കും കിട്ടുക. എനിക്കൊരു പോളിസി വേണം പപ്പ. എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ പോളിസി തുക പപ്പയ്ക്ക് കിട്ടില്ലേ? അങ്കിളെ, ഒരു ഫോം എടുത്ത് ഫില്ല് ചെയ്തേ, എനിക്ക് ഒപ്പിടണം. മോളെ, മോള് മണിക്കുട്ടിയുടെ അത്രയും ആവട്ടെ. അപ്പ പപ്പ മോൾക്ക് വേണ്ടി വലിയൊരു പോളിസി എടുക്കും. പ്രോമിസ്? പ്രോമിസ്. കനി, സൈൻ ചെയ്യും. കനിമ, ഞാനത് ഒപ്പിടാം. അയ്യോ മോളെ, അത് അല്ല, എന്റെ ഒപ്പം വെച്ചാല് ഞാൻ കുത്തിവരിക്കാം. അയ്യോ. മിസ്റ്റർ സതീഷ്, സർ. മണിക്കുട്ടിക്ക് ഒപ്പിടാൻ അറിയില്ല. ഏയ്, നോ പ്രോബ്ലം. തമ്പ് ഇംപ്രഷനല്ലേ മതി സാർ. കനിമ, ഇങ്ങ് തന്നോളൂ. ആ. ആ പേന ഇങ്ങ് തന്നെ. ആ മണിക്കുട്ടിയുടെ വിരലെന്തേ? ആ വിരലിങ് താ, ഇതുകൊണ്ടാ സൈൻ ചെയ്യുന്നേ. ആ ഇങ്ങ് താ മോളെ, താ ഇവിടെ. താ. ആ, താങ്ക് യു മാഡം. വാ, നടക്ക്. സർ, ഇനി വേണ്ടത് കനി മാഡത്തിൻ്റെയും മണിക്കുട്ടിയുടെയും തിരിച്ചറിയൽ രേഖകളും ആധാർ കാർഡുമാണ്. ഞാനത് നാളെ തന്നെ എൻ്റെ ഓഫീസിൽ കൊടുത്തേക്കാം. നിങ്ങൾ നാളെ തന്നെ അത് അവിടെ വന്ന് കളക്ട് ചെയ്തോളൂ. താങ്ക് യു സർ. എന്നാൽ ഞാൻ അങ്ങോട്ട്. ശരി. അച്ഛാ, അച്ഛൻ ഈ വീൽ ചെയർ പോരാ.
ഇത് പഴഞ്ചനാ. ആ അതെ അച്ഛാ, പഴഞ്ചന. ഇതിപ്പോ ഗവൺമെന്റ് ആശുപത്രി മാത്രമേ കാണൂ. അച്ഛാ, ബാംഗ്ലൂർ ഡേ സിനിമയിലെ ദുൽഖർ സൽമാൻ ഓടിക്കുന്ന ഒരു വീൽ ചെയർ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കാ. അച്ഛൻ അത് കയറിയിരുന്ന് ബൈക്കിൽ പോകുന്ന പോലെ എവട്ട വേണമെങ്കിലും പോവാം. ഇനിയിപ്പോ എന്തെങ്കിലും എടുക്കാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ ആരുടെ ആവശ്യമില്ല. അതിനൊരുപാട് പൈസയാവും അല്ലേ അതിരെ? എത്രയായാലും എന്താ, വല്യേട്ടനോട് പറഞ്ഞ് അച്ഛൻ അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കണം. ആ, വെല്ലുവിളിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. 1-2 ലക്ഷം രൂപ അച്ഛന് വേണ്ടി കളഞ്ഞാൽ എന്താ? വെല്ലുവിളിന്റെ കാര്യം ഞാൻ ഇപ്പൊ അതങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ആരാ ഹരി വന്നത്? ആ പോളിസിയിലെ ഏജന്റില്ലേ, സതീഷ്, അയാളായിരുന്നു. എന്താ പുതിയ വല്ല പോളിസിയും കൂടിയോ? അതേച്ചാ, പുതിയ 2 പേരിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, കനിയും മണിക്കുട്ടിയും. അവരുടെ പേരിൽ 2 പോളിസി എടുക്കണമെന്ന് തോന്നി. നന്നായി. മനുഷ്യന്റെ കാര്യമല്ലേ, അങ്ങനെ ഒരു സുരക്ഷയുള്ളത് നല്ലത് തന്നെയാ. കനിക്കും മണിക്കുട്ടിക്കും ഉണ്ണിക്കുട്ടനല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നല്ലോ. പിന്നെ അവരെ നോക്കിയതും വളർത്തിയതെല്ലാം ഫാദറായിരുന്നില്ലേ. 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടും. പിന്നെ പള്ളിയുടെയും ഫാദറിന്റെയും തണലിൽ ആരെയും ഭയക്കാതെ അന്തി ഉറങ്ങാനും കഴിയും. മറ്റ് സുരക്ഷയെക്കുറിച്ചൊന്നും അവർക്ക് അറിവുണ്ടായിരുന്നില്ലല്ലോ അച്ഛാ. നേരാ. ആ കനി ഇന്ന് നിന്റെ ജീവിത പങ്കാളിയാ. കനിക്കും അവൾക്ക് പ്രിയപ്പെട്ട മണിക്കുട്ടിക്കും എന്തൊക്കെ സുരക്ഷ കൊടുക്കാമോ അതൊക്കെ കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? വല്യേട്ടനും അച്ഛനും ഒക്കെ ഇപ്പോ മണിക്കുട്ടി കനിയെടുത്തി എന്നൊരൊറ്റ ചിന്ത മാത്രമല്ലേ ഉള്ളൂ. ഈ വീട്ടിൽ നിങ്ങൾക്കിടയിൽ കിടന്ന് കളിച്ചു വളർന്നവളാ ഞാൻ. ആ എന്റെ പേരിൽ ഒരു പോളിസി എടുത്തു തരാൻ നിങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ. ഇത് വലിയ കഷ്ടം തന്നെയാ. അതിരി ഞാനും ഇവിടെ ഒരു അധികപ്പറ്റാണല്ലോ അല്ലേ അളിയ? അതിരെ, നിന്റെ പേരിൽ എടുക്കേണ്ട എല്ലാ സുരക്ഷയും നിന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞാനും വല്യേട്ടൻ എന്ന നിലയ്ക്ക് ഹരിയും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോ നീ ഈ നിൽക്കുന്ന അമ്പിളിക്കുട്ടൻ്റെ ഭാര്യ. നിന്റെ ജീവനൊരു സുരക്ഷ വേണമെന്നും നിന്റെ പേരിൽ ഒരു കരുതൽ വേണമെന്നൊക്കെ ചിന്തിക്കേണ്ടതും നടപ്പാക്കേണ്ടതും അമ്പിളിക്കുട്ടനാ, അല്ലാതെ ഹരിയല്ല. കനിയും മണിക്കുട്ടിയും ഹരിക്ക് പ്രിയപ്പെട്ടവരാ. അവരുടെ കാര്യങ്ങളിൽ നിങ്ങളാരും തലയിടുകയും വേണ്ട. വല്യേട്ടന് കനിയെടുത്തി മണിക്കുട്ടി മാത്രമേ ഉള്ളൂ. ആനയെടുത്ത് തന്നിട്ട് പോയ ഒരു കുഞ്ഞുണ്ടല്ലോ ഇവിടെ, ഏഞ്ചൽ. അതിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉള്ളതായിട്ട് എനിക്കറിയില്ല. എനിക്കും അറിയില്ല. വല്യേട്ടന്റെ സ്വത്ത് വകകൾക്ക് മുഴുവൻ അവകാശപ്പെട്ടവൾ ഏഞ്ചൽ അല്ലേ? എന്താ ഏഞ്ചലിന്റെ പേരിൽ ഒരു പോളിസി എടുക്കാൻ തോന്നാത്തത്? അല്പായസായതുകൊണ്ട് അതിനുവേണ്ടി ഒന്നും കരുതണ്ടെന്നാണോ വല്യേട്ടന്റെ വിചാരം? അതിന് ന്യായമായ കാര്യം പറഞ്ഞത്. ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ, അതെങ്കിലും ഏഞ്ചലിന്റെ പേരിൽ എടുക്കാലോ അല്ല അതിരെ? കണ്ടോ, ഏഞ്ചലിന്റെ സുരക്ഷയെ കരുതി നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അത് വല്യേട്ടന് ഇഷ്ടപ്പെടില്ല. ഒരു വലിയ മുറിവിലാണ് നീ ഇപ്പോ വാക്കുകൾ കൊണ്ട് കുത്തിയത്. ആനി പോയതിൽ പിന്നെ ആശ്വസിക്കാൻ എൻ്റെ ഹരിക്ക് ഏഞ്ചലേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മനസ്സാ ഹരിയുടേത്. അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. ഞാനും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഏഞ്ചലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് പോളിസിയും ബാങ്ക് ബാലൻസും ആവശ്യമില്ല. മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന തിരുമുറ്റത്ത് ഹരിനാരായണൻ എന്ന ആ ഒരു അച്ഛൻ മാത്രം മതി. സത്യത്തിൽ ഒരേ ഒരു മകളായ നിന്നെപ്പോലും ആ പ്രായത്തിൽ ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല. അച്ഛാ, അതിന് ആതിര ഹൃദ്രോഗിയൊന്നും ആയിരുന്നില്ലല്ലോ. എടാ മരുമോനെ, നിന്റെ ഭാര്യയ്ക്ക് ഒരു ഹൃദയമുണ്ടോന്ന് വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ആക്കിയതാ. വാ, ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല. വാ. ഈ തന്തക്കളവന് ബാംഗ്ലൂർ ഡേയ്സിന്റെ വീൽ ചെയറൊന്നും വേണ്ട, ഇത് തന്നെ ഇരിക്കുന്നത് നല്ലത്. ഓ,
എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. പോളിസിയുടെ കാര്യം ഞാൻ മറച്ചു വെച്ചതിൽ വിഷമമുണ്ടോ? ഇല്ല, സന്തോഷമേ ഉള്ളൂ. ഇൻഷുറൻസ് പോളിസി എന്നൊക്കെ എനിക്ക് കേട്ടറിവേ ഉള്ളൂ. വർഷത്തിലൊരിക്കൽ ഒരു എമൗണ്ട് പ്രീമിയം തുകയായി അടയ്ക്കണം. കനിക്കും മണിക്കുട്ടിക്കും വേണ്ടി ആ തുക നീക്കിവെക്കേണ്ടത് എന്റെ കടമയല്ലേ? ഫാദർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ജീവിതത്തിന്റെ സുരക്ഷ ഈശ്വരൻ മാത്രമാണെന്ന്. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയും സൽക്കർമ്മങ്ങളുമാണ് തവണകളായി ഈശ്വരൻ കൈക്കൊള്ളുക എന്ന്. എന്തോ ക്രിസ്ത്യാനി ആയില്ലെങ്കിലും ഈശ്വരന്റെ വഴിയെ ജീവിച്ചതുകൊണ്ടാവണം എനിക്കും മണിക്കുട്ടിക്കും തിരുമുറ്റത്ത് വീട്ടിൽ ഇത്രയും വലിയൊരു സുരക്ഷ കൈവന്നത്. എന്താ അതിൽ സംശയമുണ്ടോ? കനിയും മണിക്കുട്ടിയും എന്റെ ഏഞ്ചലിനോട് കാണിക്കുന്ന സ്നേഹത്തിന് പ്രത്യുപകരമായി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? പിന്നെ അതിനുമപ്പുറം മറ്റൊന്നുണ്ട്. ആനിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം പാതി വഴിക്ക് മുറിഞ്ഞു. ഇനിയൊരു പാതിയുണ്ടല്ലോ. മുറിവുകൾ ഉണക്കി ചേർത്ത് കെട്ടാൻ കഴിയുമെങ്കിൽ ഏഞ്ചലിന് വേണ്ടി എന്റെ മനസ്സിലത് ആഗ്രഹിക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ മകളെ സ്നേഹിക്കാൻ കഴിയുന്ന സ്വമനസ്സുകളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു, തിരിച്ചറിയാനും കഴിഞ്ഞു, ഒപ്പം കൂട്ടാനും ആരൊക്കെയായി ഉൾക്കൊള്ളാനും കഴിഞ്ഞു. ഫാദർ പറഞ്ഞിട്ട് പോയതുപോലെ ഞാൻ എന്തൊക്കെയോ പങ്കുവയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേട്ടു നിൽക്കാനേ എനിക്കറിയാം. അങ്ങനെ ശീലമുള്ളൂ. ഏഞ്ചലിനെ കുറിച്ച് മാത്രമേ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളൂ. ഏഞ്ചലിനില്ലാത്ത ഇൻഷുറൻസ് പോളിസി ഞങ്ങൾക്കും വേണ്ടിയിരുന്നില്ല. ആ കുഞ്ഞു മനസ്സൊരുപാട് വേദനിച്ചിട്ടുണ്ട്. അറിയാം. ഒരു മുത്തം കൊടുത്തതുകൊണ്ടോ തലോടിയതുകൊണ്ടോ മാറുന്നതല്ല ആ വേദന. പോളിസി എടുക്കുന്ന ആൾ നിബന്ധനകൾക്ക് വിധേയായിരിക്കണമല്ലോ. പിന്നെ എന്റെ ഏഞ്ചൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു ഹാർട്ട് പേഷ്യന്റാ. ആതിര അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഒരു അല്പായുസുള്ളവൾ, ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ യോഗ്യതയില്ലാത്തവൾ. മാത്രമല്ല, സ്വന്തം മകളുടെ മുഖത്ത് നോക്കി എങ്ങനെ ഒരു അച്ഛൻ ഇതൊക്കെ വെട്ടിത്തുറന്ന് പറയാൻ കഴിയും? അവളോട് പല കള്ളങ്ങളും പറഞ്ഞിട്ടുള്ള എനിക്ക് വേറൊരു കള്ളവും കൂടി പറയേണ്ടി വന്നു. എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏഞ്ചലിനൊന്നും സംഭവിക്കില്ല. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കൈക്കൊണ്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏഞ്ചലിന് വേണ്ടി മാത്രമാ. ആ കനി, ആ പോളിസി ഏജന്റില്ലേ, അയാള് കനിയുടെയും മണിക്കുട്ടിയുടെയും തിരിച്ചറിയൽ രേഖകളും ആധാർ കാർഡും ആവശ്യപ്പെട്ടിട്ടുണ്ട്.